നമ്മുടെ അഭിമാനമായ ശ്രീ എം വിജയകുമാർ സാറ്, പതിനഞ്ചാമത് കേരള സംസ്ഥാന പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ പതാക ഉയർത്തൽ ചടങ്ങാണ് ആദ്യമായി നടക്കുന്നത്. ഈ ഉദ്ഘാടന ചടങ്ങുകൾക്ക് സ്വാഗതം ആശംസിക്കുന്നത് സ്പോർട്സ് അസോസിയേഷൻ ഓഫ് ഡിഫറൻറ്റ്ലി ഏബിൾഡ് ഓഫ് കേരളയുടെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ശ്രീ പി ശശിധരൻ നായർ അവർകളാണ്. സ്വാഗത പ്രസംഗത്തിലേക്ക് സാറിനെ ബഹുമാനപുരസ്സരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ എം വിജയകുമാർ അവർകൾ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ അവർകൾ, ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ശ്രീ കരമനഹരി, അദ്ദേഹം ഈ സ്പോർട്സ് അസോസിയേഷൻ ഫോർ ഡിഫറൻറ്റ്ലി ഏബിൾഡ് ഓഫ് കേരളയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ആദരണീയനായ നമ്മുടെ പ്രിയങ്കരനായ ഫാദർ മാത്യു കിരിയന്തൻ CMI, നമ്മുടെ സംസ്ഥാന അസോസിയേഷന്റെ പ്രസിഡന്റാണ്. നമുക്ക് ഏറ്റവും പ്രിയങ്കരിയായ ദ്രോണാചാര്യ, നമ്മുടെ ധ്യാൻചന്ദ് അവാർഡ് കൂടിയായ KC ലേഖ വേൾഡ് ബോക്സിംഗ് ചാമ്പ്യനാണ്. നമ്മുടെ AS ജോബി നമ്മുടെ പ്രണോൺ സിനി ആർട്ടിസ്റ്റ് ആണ്. നമ്മുടെ ഇതിന്റെ ജില്ലാ പാറ്റേൺ ആണ്. നമ്മുടെ പ്രിയങ്കരനായ AMK നിസാർ, നമ്മുടെ സ്വാമി, അതുപോലെ തന്നെ അത്ലറ്റിക് അസോസിയേഷന്റെ സംസ്ഥാന ട്രഷറർ K രാമചന്ദ്രൻ, തിരുവനന്തപുരം ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറും നമ്മുടെ സ്പോർട്സ് കൗൺസിൽ മെമ്പറുമായ കൃഷ്ണകുമാർ, AMK നിസാർ തുടങ്ങി പ്രമുഖരായ എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട്. നമ്മുടെ പ്രിയങ്കരനായ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇവിടെ ഉണ്ട്. എല്ലാ ജില്ലയിൽ നിന്നും വന്നിരിക്കുന്ന കായിക താരങ്ങളെ, ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, പത്രമാധ്യമ സുഹൃത്തുക്കളെ, വളരെയേറെ ആകാംക്ഷയോടെയും വളരെയേറെ സന്തോഷത്തോടെയുമാണ് ഈ മേള ഇവിടെ സംഘടിപ്പിക്കുന്നത്. കാരണം മറ്റു പല മേളകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ മേളയുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് എപ്പോഴും അറിയാം. നമ്മുടെ മുമ്പിൽ കൂടി വീൽ ചെയറിൽ വരുന്ന ആൾക്കാർ, കാരണം ഇത്രയും ആൾക്കാരെ സമന്വയിപ്പിച്ചുകൊണ്ട് ഈ ഒരു സംരംഭം നടത്തുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, വളരെയേറെ ആയാസകരമായ കാര്യമാണ്. പക്ഷെ അതിന് ഏറ്റവും കൂടുതൽ ഇതിനകം സഹായം അർപ്പിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് ഈ കൂടെ വന്ന കുട്ടികളുടെ പാരൻസ് ആണ്. അവരുടെ ഇതിനകത്തുള്ള അർപ്പണ ഭാവമാണ്. അവരുടെ ഒക്കെ പൂർണ്ണ സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. വളരെയേറെ വൈതരണികൾ തരണം ചെയ്താണ് നമ്മൾ ഇത് നടത്തുന്നത്. നമുക്ക് ഇതിനകത്ത് എല്ലാവർക്കും അറിയാം, നമുക്ക് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരം 2023 കിട്ടി. 2008 മുതൽ തന്നെ ഇവിടെ നമ്മൾ പ്രവർത്തിച്ചു വരുന്നു. അംഗീകാരം കിട്ടിയതിന് ശേഷം തന്നെ നമ്മുടെ കേരളീയത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് ലാലു. നമ്മളെ ഈ അംഗീകാരം 2023 കിട്ടിയത്. 23 കിട്ടിയതിന് ശേഷം നമുക്ക് ഇതിനകത്തുള്ള ഏറ്റവും വലിയ കാര്യം, നമ്മളിവിടെ ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. എല്ലാം ഒരു സംസ്ഥാന മേള എങ്ങനെ നടത്തുന്നോ അതിനേക്കാൾ ഉപരിയായിട്ടാണ് നമ്മൾ നടത്തുന്നത്. പക്ഷെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വൈതരണികളുണ്ട്. സാമ്പത്തികം തന്നെയാണ് പ്രധാനം. നമുക്ക് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ യാതൊരു തരത്തിലുള്ള സഹായ സഹകരണങ്ങളും, സാമ്പത്തിക സഹായ സഹകരണങ്ങൾ ബാക്കിയെല്ലാം കിട്ടുന്നുണ്ട്. സാമ്പത്തികമാണല്ലോ പ്രധാനം, ഇന്ന് വരെ കിട്ടിയിട്ടില്ല. ഇതൊക്കെ നമ്മുടെ മന്ത്രിയുടെ അടുത്തും അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾക്കും ഒക്കെ പലതവണ നമ്മൾ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അത് നമ്മുടെ ചെയർമാൻ കൂടിയായ നമ്മുടെ വിജയകുമാർ സാറ് അത് പല വേദികളിലും പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് സഹായ സഹകരണങ്ങൾ നമുക്ക് വേണ്ടി വരും. ഞാൻ ഇവിടെ കണ്ട ഒരു കാര്യം, 2023 പങ്കെടുത്ത പകുതിയിൽ കൂടുതൽ ആൾക്കാർ ഇവിടെ ഇല്ല. കാരണം സാമ്പത്തികം തന്നെയാണ്. ഇവർക്ക് സെലക്ഷൻ കിട്ടി നാഷണൽസിന് പോവുകയാണെങ്കിൽ ഈ പങ്കെടുക്കാൻ പോകുന്നവരുടെ സാമ്പത്തികം മാത്രം കണ്ടെത്തിയാൽ പോരാ, അവരുടെ കൂടെ പോകുന്ന കോച്ചിന്റെയോ അല്ലെങ്കിൽ അതിന്റെ സഹായിയായി പോകുന്ന ആളിന്റെ കൂടി അവർ കണ്ടെത്തിയിട്ട് വേണം സ്വന്തമായിട്ട് പോകാനായിട്ട്.
ഒരാളിന് പോയിട്ട് തിരിച്ചു വരുന്നതിന് 10,000 15,000 രൂപ ഏത് സ്ഥലത്താണോ നടത്തുന്നത് അതിനനുസരിച്ച് വേണ്ടി വരും. പക്ഷെ അതൊന്നും സാമ്പത്തികമായിട്ട് അത് കൈകാര്യം ചെയ്യാൻ നിവൃത്തിയില്ലാത്ത കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പാറ്റേൺ കൂടിയായ വിജയകുമാർ സാറിന്റെ തന്നെ സഹായത്തോടു കൂടി നമ്മൾ പ്ലാനിംഗ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ടു അവിടെ പ്രപ്പോസലൊക്കെ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. പക്ഷെ അത് ഏത് തരത്തിൽ നമുക്കത് പിന്നെ പ്രാവർത്തികമായി വരും എന്നുള്ള കാര്യം നമുക്കറിയില്ല. അത് 2026-27 ഒരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതൊക്കെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ വേദിയിലിരിക്കുന്ന ആൾക്കാർ പൂർണ്ണമായിട്ടും അത് സഹകരിക്കുകയാണെങ്കിൽ ആ പ്ലാനിംഗ് ബോർഡിൽ നിന്നും നമുക്കിത് പാസ്സാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഞാൻ എൻ്റെ ചെറിയ ഇത് കൊണ്ട് എനിക്ക് തോന്നുന്നത് വളരെ ചുരുക്കം ആൾക്കാരൊഴിച്ച് നമ്മളടുത്ത് പറയും നിങ്ങൾ വന്നാൽ മതി എല്ലാം ചെയ്തു തരാമെന്ന് പറയും. നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പറയും ഇന്നലെ വരാത്തതെന്തോ ഇന്നലെ ഞങ്ങൾ എല്ലായിടത്തും കൊടുത്തു കഴിഞ്ഞു എന്ന് പറയും. അതാണ് സ്ഥിതി. അപ്പം അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഇതിനകത്തൊരു അർപ്പണഭാവത്തോടു കൂടി ഇതിനെ കണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. കാരണം ഈ മേഖലയുടെ പ്രത്യേകത പൂർണ്ണമായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ. നമുക്ക് പൂർണ്ണമായിട്ടും ഇത് നല്ല രീതിയിൽ, അതായത് നമുക്കിവിടെ 14 ലക്ഷത്തോളം വരുന്ന ഭിന്നശേഷിക്കാരായ ആൾക്കാരുണ്ട്. 14 ലക്ഷം ഭിന്നശേഷിക്കാരായ ആൾക്കാരെന്ന് പറയുന്നത് ഏകദേശം 60 ലക്ഷം ആൾക്കാരാണെന്ന് കൂട്ടിക്കോണം. അവർ ഒരു ഭിന്നശേഷിക്കാരായ ഒരാളുടെ ഒരു സഹോദരിയോ സഹോദരനോ അച്ഛനോ അമ്മയോ ചേർന്ന് വരുന്ന കുടുംബം എന്ന് പറയുന്ന 4 പേരാണ്. 15,000 എന്ന് പറയുന്നത് 60,000 ആണ്. 3.5 കോടി ജനങ്ങൾ ഉള്ളതിൽ ഏകദേശം നല്ലൊരു പങ്ക് 60 ലക്ഷം ആൾക്കാരെന്ന് പറയുന്നത് ഈ കാറ്റഗറി അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. ചെറിയ സമൂഹമല്ല. അത് നമ്മൾ ആൾക്കാർ തിരിച്ചറിയണം. ആ തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് പോലും ഇതിനകത്ത് സഹായ സഹകരണങ്ങൾ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ഈ മേഖല നമുക്ക് പിടിച്ചു നിർത്തേണ്ട അത്യാവശ്യം വളരെ വലുതാണ്. കാരണം നമ്മൾ എടുക്കുന്ന എഫർട്ട് അത് പരിപൂർണമായിട്ടും നമുക്ക് സ്വായത്തമാക്കണമെങ്കിൽ ഗവൺമെന്റിന്റെയും കൂടി സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ മേളയുടെ വലിയ വൻ വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ എം വിജയകുമാർ നമ്മുടെ മുൻ സ്പീക്കറാണ്, മുൻ കായിക വകുപ്പ് മന്ത്രിയാണ്, നമ്മുടെ പാറ്റേണാണ്, ഈ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. അദ്ദേഹത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാ കാര്യത്തിനും നമ്മുടെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഈ പ്രോഗ്രാമിന്റെ എല്ലാ കാര്യത്തിനും സജീവമായിട്ട് നിൽക്കുന്ന ആളാണ് നമ്മുടെ പ്രിയങ്കരനായ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ. അദ്ദേഹത്തിനെ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ തിരുവനന്തപുരം ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് അദ്ദേഹം എനിക്ക് തോന്നുന്നു വളരെ സജീവമായിട്ട് നമ്മുടെ എല്ലാ കാര്യത്തിനും ഇവിടെ നിൽക്കുന്ന ആളാണ്. നമ്മുടെ മുൻ കായിക താരമാണ്. നമ്മുടെ ഈ സംസ്ഥാന അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ പ്രിയങ്കരനായ ഫാദർ മാത്യു കിരിയന്തൻ CMI അവർ നമ്മുടെ സംസ്ഥാന അസോസിയേഷന്റെ പ്രസിഡന്റാണ്. മാത്രമല്ല ഈ ഒരു ബ്ലാങ്ക് ചിറ്റാണ് തന്നിരിക്കുന്നത്. ഈ അസോസിയേഷന്റെ പേരിലുള്ള എന്ത് പരിപാടിയായിട്ട് നല്ല കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എൻ്റെ എല്ലാവിധ സഹകരണവും ഉണ്ടോയെന്ന് പറഞ്ഞ് എല്ലാ ചുമതലയും ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്. നിങ്ങളുടെ ഓരോരുത്തരും പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ പ്രിയങ്കരിയായ നമ്മുടെ വേൾഡ് ബോക്സിംഗ് ചാമ്പ്യനും ധ്യാൻചന്ദ് അവാർഡിയുമായ ശ്രീമതി KC ലേഖ ഇവിടെയുണ്ട്. ഈ അസോസിയേഷന്റെ തുടക്കം മുതൽ ഇതിന്റെ എല്ലാ കാര്യങ്ങൾക്കും വളരെ സജീവമായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാണ്. ഏത് സമയത്തും എപ്പോഴും വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരാളാണ്. ഞാൻ ലേഖ മാഡത്തിനെ നിങ്ങളുടെ ഓരോരുത്തരും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ AS ജോബി നമ്മുടെ തിരുവനന്തപുരം ജില്ലാ ഡിഫറൻ്റ്ലി ഏബിളിന്റെ പാറ്റേണാണ്. ഈ ലിറ്റിൽ പീപ്പിളിന്റെ ഒരു രക്ഷാധികാരിയും അവരുടെയൊക്കെ ഒരു ഏകീകരണവും നടത്തുന്നത് ശ്രീ ജോബിയാണ്. ജോബിക്ക് നിങ്ങളുടെ ഓരോരുത്തരും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ലാലു ജോസഫ് എന്ന് പറയുന്നത് നമ്മുടെ കായിക രംഗം മാത്രമല്ല ഈ സമൂഹത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാരുണ്യ പ്രവർത്തനം നടത്തുന്ന
കേരളീയം എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ്. ആ കേരളീയവും നമ്മുടെ ഇതിന്റെ ഒരു പാർട്ണറായിട്ട് വന്നിട്ടുണ്ട്. ആ കേരളീയത്തിന് നിങ്ങളുടെ ഓരോരുത്തരും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ പ്രിയങ്കരനായ സ്വാമി ആദ്യം മുതൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായിട്ടുണ്ട്. സ്വാമി ഉൾപ്പെടെ ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ ആശംസിക്കുന്നതിനോടൊപ്പം തന്നെ ഈ മേളയുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് നിംസ് മെഡിസിറ്റിയാണ്. നമ്മുടെ മെഡിക്കൽ പാർട്ണറാണ് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അതിന്റെ MD ഫൈസൽ ഖാൻ നമ്മുടെ ഓരോ കാര്യങ്ങളിലും വളരെ സജീവമായിട്ട് എണ്ണി എന്താ വേണ്ടതെന്ന് ചോദിച്ച് ചെയ്യുന്ന ആളാണ്. നിംസ് മെഡിസിറ്റി, അതുപോലെ തന്നെ കിംസ് മെഡിസിറ്റി, ലോട്ടറി, കേരള ലോട്ടറിയാണ് ഇതിന്റെ മെയിൻ സ്പോൺസറായിട്ട് വന്നിരിക്കുന്നത്. കേരള ലോട്ടറി ഉൾപ്പെടെയുള്ള എല്ലാ പേർക്കും ഞാൻ ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെയധികം നന്ദി ശ്രീ ശശിധരൻ നായർ. നമുക്കെല്ലാവർക്കും അറിയാം, കഠിനമായ ചൂടാണ്. അതുകൊണ്ട് നമ്മൾ ചുരുക്കുന്നത് വളരെ നന്നായിരിക്കുമെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അതുകൂടി ചേർത്ത് അടുത്തതായി അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മളുടെ ബഹുമാനപ്പെട്ട ഈ ഡിഫറൻറ്റ്ലി ഏബിൾഡ് എല്ലാമായ ശ്രീ വിജയകുമാർ അവരുടെ അധ്യക്ഷ പ്രസംഗത്തിലേക്ക് സഹൃദയം ക്ഷണിക്കുന്നു. ഈ ചടങ്ങിന്റെ മുഖ്യ അതിഥിയും ഉദ്ഘാടകനുമായ കേരളത്തിന്റെ ഏറെ പ്രിയങ്കരനായിട്ടുള്ള മന്ത്രി ശ്രീ GR അനിൽ, ഈ വേദിയിലുള്ള മറ്റ് വിശിഷ്ടാതിഥികളെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരു മറയുണ്ട്. അതിൽ പങ്കെടുക്കുന്ന അത്ലറ്റ്സ്, അതുപോലെ കുട്ടികളും എല്ലാവരും നല്ല വെയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് സമയം അല്പവും എടുക്കാൻ നിർവാഹമില്ല എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. ഇത് കേരളത്തിൻ്റെയും നമ്മുടെ ജനങ്ങളുടെ എല്ലാം, സർക്കാരിൻ്റെ എല്ലാം ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിയേണ്ട ഒരു സ്പോർട്സ് ഇവൻ്റാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല. ഇന്റർനാഷണൽ പാരാലിമ്പിക്സ് കമ്മിറ്റിയുടെയും പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെയും കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സ്പോർട്സ് അസോസിയേഷൻ ഫോർ ഡിഫറൻറ്റ്ലി ഏബിൾഡ്. സ്വന്തമായി അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് നാം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനം, ഈ കേരളത്തിൽ വളരെ അടുത്ത കാലത്ത് ആരംഭിച്ച ഈ പ്രവർത്തനം ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുപോകുന്നത് ഇതിൻ്റെ സംഘാടകരാണ്. ഇതിൻ്റെ പ്രധാന ഇവിടെ സ്വാഗത പ്രാസംഗികനായ ശ്രീ P. ശശിധരൻ നായർ. വാസ്തവത്തിൽ അവരെയാണ് നമ്മൾ ആദ്യം ആദരിക്കേണ്ടത് എന്ന് കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. ഇതിലേക്ക് കടന്നു വന്ന എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട്, എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന് വിടവാങ്ങുന്നു. ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും ആദരണീയനായ കേരളത്തിൻ്റെ മന്ത്രി ശ്രീ GR അനിൽ അവരെ ക്ഷണിക്കുകയാണ്. യോഗാധ്യക്ഷൻ, ഏറെ ബഹുമാന്യനും പ്രിയങ്കരനുമായ മുൻ സ്പോർട്സ് മന്ത്രി കൂടിയായ ശ്രീ M. വിജയകുമാർ, വേദിയിൽ നമുക്കേവർക്കും സ്വാഗതം പറഞ്ഞ ജനറൽ സെക്രട്ടറി ശ്രീ P. ശശിധരൻ നായർ, KC ലേഖ, ശ്രീ കരമന ഹരി, ശ്രീ ജോബി, ശ്രീ ലാലു ജോസ്, മറ്റു വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ, പ്രിയമുള്ള കായിക താരങ്ങളായ സുഹൃത്തുക്കളെ, സ്നേഹിതരെ, 15ാമത് സംസ്ഥാനതല മത്സരത്തിന്റെ വേദിയായി ഇന്ന് മുതൽ 2 ദിവസം ഈ സ്റ്റേഡിയത്തിൽ നടക്കാൻ പോവുകയാണ്. ഇവിടെ നേരത്തെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞ നിരവധി പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വളരെ വളരെ പ്രയാസകരമായ സാഹചര്യത്തിലാണ് ഇതിന്റെ സംഘാടകർ ഈ മത്സര വേദി തയ്യാറാക്കുന്നത് എന്നതാണ് സത്യം.
അധ്യക്ഷനും സ്വാഗത പ്രാസംഗികനും സൂചിപ്പിച്ചതുപോലെ ഗവൺമെന്റിന്റെ ആണെങ്കിലും സമൂഹത്തിന്റെ ആണെങ്കിലും ഏറ്റവും നല്ല ശ്രദ്ധ നൽകി സംഘടിപ്പിക്കേണ്ട കായിക മത്സരമാണ് ഇവിടെ നടക്കുന്ന ഈ മത്സരം. വരുന്ന നാളുകളിൽ അതിനനുസരിച്ചുള്ള പരിഗണനയും ശ്രദ്ധയും നൽകാൻ ആവുന്ന തരത്തിലുള്ള എല്ലാ ഇടപെടലും നടത്താൻ വ്യക്തിപരമായി ഞാൻ ശ്രമിക്കുമെന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. എല്ലാ ആരോഗ്യവും ശേഷിയുമുള്ള മത്സരാർത്ഥികളിൽ നിന്നും വ്യത്യസ്തമാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന നമ്മുടെ മുന്നിലിരിക്കുന്ന മത്സരാർത്ഥികൾ. സത്യത്തിൽ അവരുടെ മനസ്സാണ് ഈ മത്സരങ്ങളിലേക്ക് അവരെ നയിക്കുന്നത്. ശാരീരിക അസ്വസ്ഥതകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മത്സരത്തിൽ വിജയം കൈവരിക്കണമെന്ന മാനസികമായ വാശിയാണ് ഇത്തരം മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പ്രോത്സാഹനം നമ്മുടെ സമൂഹത്തിന്റെ മാത്രമല്ല ഗവൺമെന്റിന്റെ ഭരണകർത്താക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ് എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ട് സംഘാടകർക്ക് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം കൂടി ഈ അവസരത്തിൽ അറിയിച്ച് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. വളരെയധികം നന്ദി ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി. അദ്ദേഹത്തിനുള്ള ഒരു ഉപഹാരം കൂടി നൽകുന്നു. വിജയകുമാർ സാറ് മുൻ കായിക വകുപ്പ് മന്ത്രിയും നമ്മുടെ ഈ മേളയുടെ എല്ലാമായി ചുക്കാൻ പിടിക്കുന്ന ശ്രീ വിജയകുമാർ സാറ് മന്ത്രിക്ക് നൽകുന്നു. ബഹുമാനപ്പെട്ട ശ്രീ കരമനഹരി സ്പോർട്സ് കൗൺസിലിന്റെ ആദരണീയനായ പ്രസിഡന്റ് വിജയകുമാർ സാറിന് മൊമെന്റോ കൈമാറുന്നു. കേരളത്തിന് വേണ്ടി ലാലു സാർ ഏറ്റുവാങ്ങും. കരമന മന്ത്രി അദ്ദേഹം നൽകുന്നു. അനിൽ സാർ. ഈ മേളയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി നിംസിന്റെ ഡോക്ടർ ഫൈസൽ ഖാൻ അവർക്ക് നൽകുന്ന മൊമെന്റോ അദ്ദേഹത്തിന് വേണ്ടി ഏറ്റുവാങ്ങുന്നു. ഈ മേളയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി അബിൻ എബ്രഹാം എറണാകുളത്തെ നാഷണൽ അത്ലറ്റ് അദ്ദേഹം ഓത്ത് ചൊല്ലിക്കൊടുക്കും. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. In the name of all the competitors, I promise that we shall take part in this Paralympic Games, respecting and abiding by the rules which govern them, committing ourselves to a sports without drugs in the true spirit of sportsman spirit, for the glory of sports and honor of our teams. That is Sri Abin Abraham from Ernakulam, national athlete took the oath. ഇനി എല്ലാവർക്കും വേണ്ടി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ശ്രീമതി KC ലേഖ ധ്യാൻചന്ദ് അവാർഡിയും ലോക ബോക്സിംഗ് ചാമ്പ്യനും എല്ലാവർക്കും വേണ്ടി നിങ്ങൾക്ക് ആശംസ അർപ്പിക്കുന്നു. ഒരാൾ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി GR അനിൽ സർ, അതുപോലെ തന്നെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ M വിജയകുമാർ സാർ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട കായിക താരങ്ങളെ, കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഞാൻ എല്ലാവർക്കും വേണ്ടി ഒറ്റ വാക്കിൽ
ആശംസ അറിയിക്കുകയാണ്. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ കായിക താരങ്ങൾ നമ്മൾ ഈ ഗ്രൗണ്ടിൽ മാറ്റുരയ്ക്കേണ്ടതാണ് ഇപ്പോൾ. അപ്പോൾ വെയിൽ കൊണ്ട് തളർന്ന് വാടാൻ പാടില്ല. പകരം നമ്മൾ എന്താണ് ഊർജ്ജസ്വലതമായി മുന്നോട്ട് വരിക എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ പാർട്ടിസിപ്പൻസിനും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എല്ലാവരും എന്താ പറയാ നല്ല രീതിയിൽ അവരുടെ അച്ചീവ്മെന്റ് നടത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെയധികം നന്ദി ശ്രീമതി KC ലേഖ, എല്ലാവർക്കും വേണ്ടി ആശംസ അർപ്പിച്ചതിന്. ചടങ്ങുകൾ കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ഗസ്റ്റുകൾ നിങ്ങളെ കാണാനായി അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതിന് കഴിഞ്ഞാൽ ഉടൻ തന്നെ മത്സരങ്ങൾ ആരംഭിക്കും. നിങ്ങൾ സൗകര്യപ്രദമായി ആ ഷെയ്ഡിലേക്ക് ഒതുങ്ങി നിൽക്കുക. അതിനുശേഷം മത്സരങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കും. മത്സരങ്ങൾ ആരംഭിക്കുന്നു. ടീമുകൾക്ക് തിരിച്ച് അവർ ഷെയ്ഡിൽ പോയിരിക്കാം. അതാത് സ്ഥലങ്ങളിൽ സൗകര്യപ്രദമായി പോയിരിക്കുക. തണലത്തായി പുറകിൽ ഷെയ്ഡുണ്ട്. ഈ രണ്ട് സൈഡിലും നിങ്ങൾക്കിരിക്കാം. ഈ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് തിരക്ക് കൂട്ടരുത്.